കൊല്ലം പത്തനാപുരത്തും കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയ നാട്ടുകാർ പറയുകയാണ്. റബ്ബർ തോട്ടത്തിൽ പുലി വളർത്തുനായയെ ഓടിച്ചെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ പുലിയെ അവിടെ കണ്ടവരുണ്ടോ? ഹാഷ്മി, പത്തനാപുരം പ്രദേശത്ത് നേരത്തെ പുലിയടക്കം പിടികൂടിയ സ്ഥലമാണ്. ആ പ്രദേശത്ത് തന്നെയാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന പരാതി ഇപ്പോൾ നാട്ടുകാർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ഒരു വളർത്തുനായെ ഒരു പുലി ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു എന്നതാണ്. ആ വീട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഫോറസ്റ്റും നാട്ടുകാരും അടക്കമുള്ളവർ ഈ സ്ഥലത്ത് പരിശോധന നടത്തിയത്. പക്ഷേ ഈ പുലിയുടെ സാന്നിധ്യം ആ പ്രദേശത്ത് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പലരും പുലിയെ കണ്ടതായി ഫോറസ്റ്റിനോടക്കം ഇപ്പോൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് നിരീക്ഷണ ക്യാമറ വെക്കാനാണ് ഫോറസ്റ്റ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇന്നലെ മുതൽ നിരീക്ഷണ ക്യാമറകൾ വെക്കാനുള്ള നടപടികളും ഫോറസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഈ നിരീക്ഷണ ക്യാമറയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ പുലിക്കൂടടക്കം സ്ഥാപിച്ച് തുടർ നടപടി സ്വീകരിക്കാം. അതുവരെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഫോറസ്റ്റ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഫോറസ്റ്റ് ഇതെല്ലാം പറയുമ്പോഴും നാട്ടുകാർ വലിയ ഭീതിയിലാണ്. ഈ പ്രദേശത്ത് നിരന്തരമായി ഈ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന രീതി വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് നേരെയും അക്രമം പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേക ശ്രദ്ധ വേണം എന്ന ആവശ്യമാണ് നാട്ടുകാർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സംഭവത്തിൽ വനം വകുപ്പ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറ അടക്കം വെച്ചുകൊണ്ടായിരിക്കും നിരീക്ഷണം അടക്കം ശക്തമാക്കുക. അരുൺരാജാണ് പത്തനാപുരത്തെ പുലിപ്പടിയുടെ വിവരങ്ങൾ നൽകിയത്. ഇത് ഏതെങ്കിലും തരത്തിലൊരു കടുവ രാധയെ പിടിച്ചതിനെ തുടർന്നുണ്ടാകുന്ന ജനങ്ങളുടെ ആശങ്ക മാത്രമാണ് എന്ന് കരുതരുത്. ഇവർ പറയുന്നതിന് ഓരോന്നിനും CCTV അല്ലെങ്കിൽ പലയിടങ്ങളിൽ അവർ കാണുന്ന ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നേർക്കേണ്ട മനുഷ്യരുടെ സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് അത് ഏതെങ്കിലും സംശയങ്ങളല്ല. ഇത് ഒരിടത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ കാട്ടാനയും പുലിയും കടുവയും ഈ പറഞ്ഞ കാട്ടുപന്നിയും ഒക്കെ വളരെ സജീവമാകുന്നു എന്നുള്ളതിൻ്റെ വാർത്തകൾ ഇന്ന് മാത്രം ഉണ്ടാകുന്നതല്ല, അത് കുറേ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നതുമാണ്.